നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖലയിൽ നിന്ന് അർജൻറ്റീന വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുന്ന ആദ്യ ടീമായിട്ട് മാറി. കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 14 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 31 പോയിൻറ്റോടെ അർജൻറ്റീന ഒന്നാം സ്ഥാനത്താണ്. അവർ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലയണൽ സ്കലോനി പുതിയൊരു റെക്കോർഡിട്ടിരിക്കുകയാണ്. 2022 വേൾഡ് കപ്പിന് അർജൻറ്റീനയെ പരിശീലിപ്പിച്ചതും സ്കലോനി ആയിരുന്നല്ലോ. ആ ഒരു ക്വാളിഫയർ റൗണ്ടിൽ ടീമിനെ അദ്ദേഹം ക്വാളിഫൈ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോച്ച് തുടർച്ചയായ 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ടീമിനെ വിജയിപ്പിച്ച് വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്നത്. ലയണൽ സ്കലോനി വേൾഡ് ചാമ്പ്യനായിട്ടുള്ള കോച്ചാണ്. ഈസ് ദി ഫസ്റ്റ് മാനേജർ ടു ക്വാളിഫൈ ദി അർജൻറ്റീൻ നാഷണൽ ടീം ഫോർ 2 വേൾഡ് കപ്സ്. ഇതിനു മുമ്പ് ചരിത്രത്തിൽ നടന്നിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് തുടർച്ചയായ 2 വേൾഡ് കപ്പുകൾക്ക് ഒരു കോച്ച് അർജൻറ്റീനയെ ക്വാളിഫൈ ചെയ്യിക്കുന്നത്. അതും വേൾഡ് ചാമ്പ്യൻ എന്ന രൂപത്തിലാണ്. അതുകൂടി ശ്രദ്ധിക്കണം. വേൾഡ് ചാമ്പ്യനായ ഒരു കോച്ച് അർജൻറ്റീനയെ 2 വേൾഡ് കപ്പുകൾക്ക് ക്വാളിഫൈ ചെയ്യിക്കുന്നു. ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. സോ സ്കലോനി അവിടെ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ അർജൻറ്റീന ഇപ്പോൾ ചരിത്രത്തിൽ 19ാമത്തെ വേൾഡ് കപ്പിനാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് യോഗ്യത നേടിയിട്ടുള്ള ടീമുകളുടെ കൂട്ടത്തിൽ അർജൻറ്റീന ഇപ്പോൾ 3ാം സ്ഥാനത്താണുള്ളത്. ഏറ്റവും അധികം വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുള്ള ബ്രസീലാണ്. എല്ലാ വേൾഡ് കപ്പും കളിച്ചിട്ടുള്ള ഒരേ ഒരു ടീം ബ്രസീലാണ്. 22 വേൾഡ് കപ്പുകൾ അവർ കളിച്ചിട്ടുണ്ട്. 20 വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുള്ള ജർമ്മനിയാണ് ഈ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ളത്. അവർക്ക് പുറകിൽ 3ാം സ്ഥാനത്താണ് ഇപ്പോൾ അർജൻറ്റീന. 19ാമത്തെ വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.